നമ്മുടെ വെറുപ്പും വിഷമങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കിൻ. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകൾ ഒരു കുടുംബത്തിൽ പോലും ഒരുമയില്ലാതെയായി മാറുന്നുണ്ടോ? ജ്യേഷ്ഠൻ വേറെ, അനുജൻ വേറെ, അനുജന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാര് തമ്മിൽ കണ്ടുകൂടാ, മക്കള് തമ്മിൽ വെറുപ്പാണ്. ഉമ്മാക്ക് ഈ മോനെ കണ്ടുകൂടാ, ഈ മോന് ഉമ്മാനെ കണ്ടുകൂടാ, എളാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കം, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കം. എന്തിന്? 4 കാശിന്റെ പേര് പറഞ്ഞിട്ട്. ഈ ഉമ്മത്തിന് പിന്നെ ശത്രുക്കൾ കൈവച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഒരുമിച്ചു നിൽക്കണേ, കുടുംബ ബന്ധം നിങ്ങൾ കൂട്ടിച്ചേർക്കണമേ, അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തരുമെന്ന് പറഞ്ഞ ആളുകളാണ് നമ്മൾ. എന്നിട്ട് സ്വന്തം കുടുംബത്തോട് ജ്യേഷ്ഠാനുജന്മാർ ചോരബന്ധമല്ലേ, പെങ്ങന്മാർ ചോരബന്ധമല്ലേ? 4 സെന്റ് ഭൂമിക്ക് വേണ്ടി മുറിച്ചു മാറ്റാനുള്ളതാണോ നമ്മുടെ ചോരബന്ധം? അങ്ങനെ പരസ്പരം നമ്മൾ കണ്ടുകൂടാത്തവരായി, നമ്മുടെ ഭാര്യമാർ തമ്മിൽ യോജിക്കാത്തവരായി, വീട്ടുകാർ തമ്മിൽ സ്നേഹമില്ലാത്തവരായി മാറിയിട്ട് എന്താ നമ്മൾ ഇവിടെ സമ്പാദിക്കാൻ പോകുന്നത്? സ്നേഹം സമ്പാദിക്കാൻ കഴിയാത്തവന് എന്ത് സമ്പാദ്യമാണ് ലോകത്തുള്ളത്? സ്നേഹവും ആദരവും പിടിച്ചു പറ്റാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് സമ്പാദ്യം ലോകത്ത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി